കനത്ത ചൂടിൽ കോട്ടയം നീണ്ടൂരിലെ യുവ കർഷകരുടെ വാഴകൃഷി നശിച്ചു. 2 ഏക്കറിൽ കൃഷി ചെയ്ത 3000-ഓളം വാഴകൾ കരിഞ്ഞുണങ്ങി. ഓണവിപണി ലക്ഷ്യമിട്ടായിരുന്നു കൃഷി. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, ഓണവിപണി ലക്ഷ്യമിട്ടാണ് ഇവർ ഈ കൃഷി നടത്തിയത്. യുവ കർഷകരാണ് ലിബിനും സുമേഷും. രണ്ടുപേരും നീണ്ടൂർ സ്വദേശികളാണ്. ഇവർക്ക് മികച്ച കർഷകനുള്ള അവാർഡുകളൊക്കെ ഇവർ നേടിയവരാണ്. അങ്ങനെ 1.5 ഏക്കറോളം ഭൂമിയിലാണ് 3000-ഓളം ഏത്തവാഴ ഇവർ കൃഷി ചെയ്തത്. ഇത് പൂർണ്ണമായും കരിഞ്ഞുണങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത്രത്തോളം വലിയൊരു ദുരിതമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 6 ലക്ഷം രൂപയിലധികം മുടക്കിയാണ് ഈ കൃഷി അവർ നടത്തിയത്. അതെല്ലാം തന്നെ ഒരു വാഴയിൽ നിന്ന് ഒരു വാഴ പോലും കരിഞ്ഞുണങ്ങാതെയില്ല, പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. അത്രത്തോളം വെയിലിന്റെ കാഠിന്യം കോട്ടയത്തുമുണ്ട്. ഏകദേശം 38 ഡിഗ്രിക്ക് മുകളിലൊക്കെ ഈ താപനില ഉയരുന്ന ഒരു സാഹചര്യം കോട്ടയത്തുണ്ടായിരുന്നു. അതിന്റെ ഒരു ദുരന്ത ഫലമാണ് ഇപ്പോൾ ഈ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മാത്രമല്ല, ജില്ലയിലെ പല മേഖലകളിലും ഇത്തരത്തിൽ കർഷകർ ദുരിതം അനുഭവിക്കുന്ന ഒരു കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബാക്കി പത്രം, അല്ലെങ്കിൽ അതിന്റെ ഒരു എടുത്തു കാണിക്കാവുന്ന ഒരു ഉദാഹരണമായി ഈ 2 കർഷകരും മാറിയിരിക്കുകയാണ്. യുവ കർഷകരാണ്. അവരുടെ വലിയൊരു അധ്വാനം കഴിഞ്ഞ കുറെ നാളുകളായി ഇതിന് പിന്നിലുണ്ടായിരുന്നു. അത് പൂർണ്ണമായും 3000-ഓളം വാഴയാണ് പൂർണ്ണമായും കരിഞ്ഞ് കത്തിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായത്. എന്തായാലും വേനലിന്റെ കാഠിന്യം അത് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കോട്ടയം ജില്ലയിലും. വരും ദിവസങ്ങളിൽ വേനൽ മഴ പെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇവർക്കുണ്ടായ ഈ ഒരു നഷ്ടം അത് അവരുടെ ജീവിതത്തിൽ, അവരുടെ ഈ ഒരു കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൃഷി നടത്തുന്നതാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഇത് ആദ്യമായിട്ടാണെന്നാണ് ഈ കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ടൊരു സഹായം വേണമെന്നൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. വേണു, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.